അത് നമ്മുടെ ഐറ്റം ബീഫിനൊപ്പം നെയ്ച്ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് ഗ്രേവിയുടെ റെസിപ്പിയാണ്. ബീഫ് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ല പോലെ കൈവച്ച് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇത് നമുക്ക് അതിലൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം. പിന്നെ അതിൽ ഓൾറെഡി വെള്ളം വന്നോളും. ആ വെള്ളം വറ്റണ വരെ നമുക്ക് ആ ഇറച്ചി കുക്കാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് പട്ടയും ഗ്രാമ്പും പെരുംജീരകവും 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 10-20 ചുവന്നുള്ളിയും പിന്നെ സവോളയും പച്ചമുളകും അരിഞ്ഞെടുത്തതും ചേർത്ത് കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ കുക്കായി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ വഴന്ന് വരട്ടെ. അതൊന്ന് നല്ല പോലെ വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് പൊടിച്ചെടുത്തത് അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു തരി ഗ്രേവിക്ക് വേണ്ടി ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്തിട്ട് ആ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തള വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗരം മസാല അത് ചേർത്ത് കൊടുക്കാം. അതൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പി.